നമസ്കാരം. പ്രധാന വാർത്തകൾ. പാകിസ്ഥാനെ തുറന്നുകാട്ടാനുള്ള മിഷനുമായി ഇന്ത്യ. എംപിമാരുടെ ആദ്യ പ്രതിനിധി സംഘം ജപ്പാനിലേക്ക് പുറപ്പെട്ടു. സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘത്തിൽ ജോൺ ബ്രിട്ടാസും അംഗമാണ്. ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടുന്ന മറ്റൊരു സംഘം രാത്രി പുറപ്പെടും. സർവകക്ഷി സംഘത്തെ നയിക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനെ തുറന്നുകാട്ടാനുള്ള മിഷൻ ലോകതലത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇന്ത്യ. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ബോധ്യപ്പെടുത്താനുള്ള എംപിമാരുടെ പ്രതിനിധി സംഘം 32 രാജ്യങ്ങളിലെത്തും. ജപ്പാനിലേക്കാണ് JDU MP സഞ്ജയ് ദാ നയിക്കുന്ന സംഘത്തിന്റെ ആദ്യ യാത്ര. അഭിഷേക് ബാനർജി, ജോൺ ബ്രിട്ടാസ്, അപരാജിത സാരംഗി, ബ്രിജ്ലാൽ പ്രതാപൻ ബറുവ, ഹേമന്ത് ജോഷി, സൽമാൻ ഖുർഷിദ്, മുൻ അംബാസഡർ മോഹൻകുമാർ എന്നിവരാണ് മറ്റംഗങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക വഴി പഹൽഗാം ആക്രമണത്തിലുള്ള മറുപടിയാണ് പാകിസ്ഥാന് നൽകിയതെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കും. വെള്ളിമാട് കുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കുട്ടികളെ കാണാതായി. 3 ആൺകുട്ടികളെയാണ് കാണാതായത്. ഇന്ന് വൈകിട്ടോടെയാണ് ഇർഫാൻ, റിഹാൻ, അജ്മൽ എന്നിവർ വാർഡന്റെ കണ്ണ് വെട്ടിച്ച് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കടന്നു കളഞ്ഞത്. താമരശ്ശേരി ഭാഗത്തേക്കാണ് കുട്ടികൾ കടന്നതെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 3 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ സംഭവം. കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മറ്റൊരു നിർണായക വിവരം കൂടി പോലീസിന്. മരിക്കുന്നതിന് മുമ്പ് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിഞ്ഞു. സംഭവത്തിൽ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. പുത്തൻകുരിശ് പോലീസാണ് സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തത്. ബന്ധു 1 വർഷമായി കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ ഉൾപ്പെടെ ഇയാൾ പങ്കെടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ നൽകിയ സൂചനയ്ക്ക് പിന്നാലെ നടത്തിയ അതീവ രഹസ്യമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പേരമകന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മുത്തശ്ശിക്ക് ദാരുണാന്ത്യം. 88 വയസ്സുള്ള കാർത്തിയാനിയാണ് മരിച്ചത്. പേരമകൻ റിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ പയ്യന്നൂരിലാണ് സംഭവം. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഈ മാസം 11 മുതൽ ചികിത്സയിലായിരുന്നു. വയോധികയെ മർദ്ദിച്ച കേസിൽ റിജുവിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. കൂടെ താമസിക്കുന്നു എന്ന വിരോധത്തിൽ മർദ്ദിച്ചുവെന്നാണ് കേസ്. കനത്ത മഴ. വിമാനത്താവളത്തിലെ മേൽക്കൂരയുടെ ഷീറ്റ് ഇളകി വീണു. മലയാളി യാത്രക്കാരിക്ക് പരിക്ക്. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ ഉഷയ്ക്കാണ് കാലിന് പരിക്കേറ്റത്. രാത്രി 8:40-നുള്ള ഇൻഡിഗോ വിമാനത്തിൽ കൊച്ചിയിലേക്ക് പോകാനിരിക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. വിമാനത്താവളത്തിൽ വെച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഉഷയുടെ ഭർത്താവ് സുധനും മകൾ ആരതിയും ഒപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം വരെ കനത്ത ചൂടനുഭവപ്പെട്ട ദില്ലി ദേശീയ തലസ്ഥാന മേഖലയിൽ ബുധനാഴ്ച വൈകുന്നേരം കനത്ത മഴയാണ് ലഭിച്ചത്. ഇടിമിന്നലും ശക്തമായ കാറ്റുമുണ്ടായി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.